ഹൗസ് വൈഫ് എന്നൊരു ലേബലാണല്ലോ നമ്മൾക്കുള്ളത്. നമ്മൾ പുറത്തു പോയി ജോലി ചെയ്ത് സമ്പാദിക്കുന്നൊന്നുമില്ല. എന്നാലും നമ്മളും ആ വീടിന് വേണ്ടി കഷ്ടപ്പെടുന്നില്ലേ? പക്ഷേ ആ കഷ്ടപ്പാടിന് ഒരു വില കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പലർക്കും ഉത്തരമില്ല. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ചെയ്യുന്ന ജോലികൾ പലപ്പോഴും ആരും കാണാറില്ല. അത് നമ്മുടെ കടമയാണെന്നും പറഞ്ഞ് എല്ലാവരും അതങ്ങ് വിടും. ഭക്ഷണം കൃത്യസമയത്ത് മേശപ്പുറത്ത് വരണം, തുണികൾ അലക്കി തേച്ച് വെച്ചിരിക്കണം, വീടെപ്പോഴും വൃത്തിയായിരിക്കണം. ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മളൊരു യന്ത്രമായി മാറുകയാണ്. നമുക്കൊരു സുഖമില്ലായ്മ വരുമ്പോൾ പോലും, നമ്മുടെ ശരീരത്തിന് വിശ്രമം വേണമെന്ന് തോന്നുമ്പോൾ പോലും നമ്മൾ വിശ്രമിക്കാറില്ല. കാരണം എന്താ? ഞാൻ കിടന്ന എൻ്റെ മക്കൾ എങ്ങനെ കഴിക്കും, എൻ്റെ ഭർത്താവിന് വർക്കിന് പോകണ്ടേ എന്നൊക്കെയുള്ള ആകുലതകൾ വേറെ. ഈ ഒരു മനോഭാവം നമ്മുടെ ഉള്ളിൽ നിന്നിട്ട് തളർത്തുകയാണ് നമ്മളെ. നമ്മൾ മറ്റുള്ളവരെ പരിഗണിക്കുന്നതിൻ്റെ 10-1 പോലും നമ്മളെ ആരും പരിഗണിക്കുന്നില്ല എന്ന തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് ഏറ്റവും വലിയ സങ്കടം വരുന്നത്. ഓരോ കമൻറ്റുകളും വായിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മൾ ഈ രീതി ഒന്ന് മാറ്റണം എന്നാണ്. നമുക്ക് വയ്യാതാവുമ്പോൾ എനിക്ക് വയ്യാന്ന് എന്നെ പറയാൻ ശീലിക്കണം. ഒന്നാലോചിച്ചാൽ ഒരു ദിവസം നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ലോകം അവസാനിക്കുകയോ? ഇല്ല, കുറച്ച് പാത്രങ്ങൾ കഴുകാതെ കിടക്കും, അത്ര തന്നെ. പക്ഷേ ആ സമയത്ത് നമ്മളെടുക്കുന്ന വിശ്രമം നമ്മുടെ ആരോഗ്യത്തിന് എത്രത്തോളം ഗുണം ചെയ്യും? നമ്മുടെ മക്കളെയും ഭർത്താവിനെയും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശീലിപ്പിക്കണം. നമ്മളില്ലെങ്കിലും ആ വീട് മുന്നോട്ട് പോകാൻ അവരെ പ്രാപ്തരാക്കണ്ടേ? അത് അവരോട് ചെയ്യുന്ന ദ്രോഹമൊന്നുമല്ല, മറിച്ച് അവരോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ്. ഭർത്താവായാലും മക്കളായാലും അടുക്കളയിൽ കയറി എല്ലാം വൃത്തിയാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ നമ്മളൊന്ന് വയ്യാതിരിക്കുമ്പോൾ ആ സമയത്ത് നമ്മുടെ അടുത്തൊന്ന് വന്നിരുന്ന്, നിനക്ക് സുഖമില്ലെങ്കിൽ നീ ഇന്ന് റെസ്റ്റ് എടുക്ക്, ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് സ്നേഹത്തോടൊന്ന് പറഞ്ഞാൽ മതി. ആ വാക്കിൽ തീരാവുന്നേ ഉള്ളൂ നമ്മുടെ പകുതി അസുഖവും നമ്മുടെ വിഷമവും. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ എൻ്റെയോ നിങ്ങളുടെയോ ഭർത്താക്കന്മാരെ കുറ്റപ്പെടുത്തുകയാണെന്ന് ആരും കരുതരുത്. അവരും അവരുടെ ജോലിയും തിരക്കായിട്ട് ഓടുന്നവരാണ്. വീടിന് പുറത്തെ കാര്യങ്ങൾ നോക്കുന്ന തിരക്കിൽ പലപ്പോഴും വീടിൻ്റെ ഉള്ളിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കാതെ പോകുന്നതാവാം. അവർ നമ്മളെ സ്നേഹിക്കുന്നില്ല എന്നല്ലതിനർത്ഥം, മറിച്ച് നമ്മൾ അനുഭവിക്കുന്ന തളർച്ച അവർ മനസ്സിലാക്കുന്നില്ല എന്നതാണ് സത്യം. പരസ്പരം കുറ്റപ്പെടുത്താനല്ല, മറിച്ച് പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഒരു കൈ സഹായം നൽകാൻ അവർക്ക് പറ്റിയില്ലെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്ന് അംഗീകരിക്കാൻ അവർക്ക് സാധിച്ചാൽ അതൊരു വലിയ കാര്യമല്ലേ?